ഇതെന്താ മമ്മി കിടക്കുകയാണോ? എന്താ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നത്? കിടന്നിട്ടെങ്ങനെയാ തോന്നുന്നത്? ആ എന്നാ പിന്നെ ഒരു അതിശയം ചോദിക്കണ്ട. അയ്യോ മമ്മി നല്ല ചൂടിലാണല്ലോ, എന്ത് പറ്റി മമ്മി? പ്രത്യേകിച്ച് എന്ത് പറ്റാൻ, പണിയെടുത്ത് തളർന്നു വന്ന് കിടന്നതാണ് ഞാൻ. ഓ അപ്പൊ അതാണോ കാര്യം? അത് നിങ്ങൾക്കൊന്നും ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ അത് എനിക്ക് വലിയ കാര്യമാ. തറ മുഴുവൻ നോക്ക് നീ, എല്ലാം അവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടേ. ഇവിടെ ഒരു ജോലിക്കാരി വരുമെന്നൊക്കെ പറയുന്നത് കേട്ടു, ഇതുവരെ അതൊന്നും കണ്ടില്ല. മനുഷ്യൻ കുനിഞ്ഞു നിന്ന് പണി എടുത്തെടുത്ത് തന്നെ പുറം വേദനയായിട്ട് വയ്യ. ഇനി ഇന്ന് എന്നെ ഒന്നിനും നോക്കണ്ട, എനിക്കൊന്നിനും വയ്യ. അയ്യോ മമ്മി, ആരാ പുറത്തു നിന്ന് വെല്ലടിക്കുന്നുണ്ടല്ലോ? അതാരാ വന്നതെന്ന് നീ ചെന്ന് നോക്ക്. ആ ഓക്കെ മമ്മി. ഓ ഇനി അതാരാണാവോ വന്നത്? മമ്മി ഇതാരാ വന്നതെന്ന് നോക്ക്. ആരാ വന്നത്? ഞാനാ വന്നത്. നീയോ? നീ ഏതാണ്? ഞാനേ ഫാത്തിമ. എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ എന്നെ പാത്തൂന്ന് വിളിക്കുക. ഞാനിവിടെ പുതുതായി പണിക്ക് വന്നതാണ്. ആണോ? രക്ഷപ്പെട്ടു. സുഖവേട്ടൻ പറഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? സുഖവേട്ടൻ പറഞ്ഞിട്ട് ഞാനെന്ത് വരാനാ, ഞാൻ എന്റെ കോയൊക്കെ പറഞ്ഞിട്ട് വന്നതാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, സുഖവേട്ടൻ ഏൽപ്പിച്ചിട്ട് വന്നതല്ലേ? അതെ. ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ പിള്ളേരെ നോക്കണം, വീട് വൃത്തിയാക്കണം. എനിക്കിപ്പോ ഒന്നിനും വയ്യ, ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചതായിരുന്നു. നിങ്ങളെ വിശദ വിവരങ്ങളല്ലേ എനിക്ക് കിട്ടിയേക്ക്. നീ എന്തിനാ പെണ്ണെ ഏത് നേരം ഇങ്ങനെ ചൊളിച്ചോട് നിൽക്കുന്നത്? നീ എന്നാ നിന്റെ ചിരി നിർത്ത്. അതെനിക്ക് എപ്പം നോക്കിയാലും ചിരി വന്നെ നിൽക്കും. അല്ല ചേച്ചി, നിങ്ങൾക്ക് ഈ ഒരു മോനേ ഉള്ളൂ? അല്ല, എനിക്ക് വേറെ 2 മക്കളുണ്ട്. കണ്ടാൽ അങ്ങനെ തോന്നില്ല അല്ലേ എനിക്ക് പ്രായം? ആര് പറഞ്ഞു തോന്നില്ലാന്ന്? അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ ഒരു മോനേ ഉള്ളൂ എന്ന്. നിങ്ങളെ കണ്ടാ തോന്നും ഒരു 3-4-5 മക്കളുടെ അമ്മയാണെന്ന്. അത് നിങ്ങൾ പറഞ്ഞത് നേരാ. മമ്മിയെ കണ്ടാൽ ഇത്ര ചെറിയ മക്കളുള്ളതാണെന്ന് തോന്നുകയേയില്ല, ഒരു 5-6 മക്കളുള്ളത് പോലെയാണ്. ഡാ ചെറുക്ക, മിണ്ടാണ്ട് അപ്പുറത്തേക്കെങ്ങാൻ പൊടുന്നി. അവന്റെ ഒരു തമാശ. ഡാ ബുർക്കെ, എന്താടാ നിന്റെ പേര്? എന്റെ പേര് അപ്പൂസ്. എന്ത് കക്കൂസോ? കക്കൂസ് അല്ല അപ്പൂസ്. ഓ ഒരു വലിയ തമാശ. ചൂടാവല്ലടാ, ഞാൻ വെറുതെ ചോദിച്ചതല്ലേ. അതൊക്കെ പോട്ടെ, ഞാനെന്താ നിങ്ങളെ വിളിക്കേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ, അല്ലെങ്കിൽ വേണ്ട. നീ എന്നെ പാത്താത്താ എന്ന് വിളിച്ചോ. എന്റെ പെണ്ണെ, നീ ഒന്ന് നിന്റെ ചിരി നിർത്ത്. എന്തിനീ? ഞാൻ എന്റെ പല്ലുകൊണ്ടല്ലേ ചിരിക്കുന്നത്. ആ മതി. ഇവൻ കാണിച്ചു തരും അടുക്കളയും പരിസരവും ഒക്കെ. എല്ലാം പോയിട്ട് ഒന്ന് പരിചയപ്പെടും. ഡാപ്പൂസെ, ഇവളെയും കൂട്ടി പോയിട്ട് എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ, വാ പാത്താത്ത. എന്നാ പോട്ടെ കമലേച്ചി. ഹോ, ഒരല്പം വട്ടാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, പണിക്കൊരാളെ കിട്ടിയത് ഗുണമായി. എത്ര ദിവസമായി ഞാൻ കഷ്ടപ്പെടുന്നു. ഇവള് മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. പിള്ളേരിടാടിയിൽ അവൾ നിന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൂസല്ലേ വിളിക്കുന്നത്? അതെ അവനാണല്ലോ. നിങ്ങൾ രണ്ടാളും എന്താക്കുകയാ ഇവിടുന്ന്? ഞങ്ങൾ വെറുതെ കാറ്റ് കൊള്ളുകയാ. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എന്ത് പരിചയപ്പെടുത്തി തരാമെന്നോ? ആരെ? വാ പാത്താത്ത, ഇതാ ഇയാളെയാ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത്. ഇത് പാത്താത്ത. അങ്ങോട്ട് മാറി നിൽക്ക് ചക്ക, ഞാൻ തന്നെ പരിചയപ്പെടാം. ഞാൻ ഫാത്തിമ. എല്ലാരും എന്നെ പാത്തൂന്ന് വിളിക്കും. നിങ്ങൾ എന്നെ പാത്താത്ത എന്ന് വിളിച്ചോ. അത് ഞങ്ങൾ എന്തെങ്കിലും വിളിച്ചോളാം. നിങ്ങളെ ആരാ മനസ്സിലായില്ല? മണ്ടന്മാർ, അതല്ലേ പറഞ്ഞത് ഞാൻ ഫാത്തിമ എന്ന്. നിങ്ങൾ ഫാത്തിമയാണെന്ന് മനസ്സിലായി, പക്ഷേ ഇവിടെ വന്നത് എന്തിനാ? അത് നിങ്ങളെ കാണാൻ. അത് തന്നെ, ഞങ്ങൾ എന്തിനാ കാണുന്നത്? നിങ്ങളെ കാണുന്നത് നിങ്ങളെ പരിചയപ്പെടാൻ. നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ പറഞ്ഞു തരാം. അതായത് പപ്പ പറഞ്ഞില്ലേ പുതുതായിട്ട് ഒരാൾ പണിക്ക് വരുമെന്ന്, അത് ഇവരാണ്. ഓ അങ്ങനെ. അതെ അങ്ങനെ തന്നെ. പാത്താത്ത, നിങ്ങൾ എന്തിനിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് വായി അടയുന്നില്ല. അത് തന്നെ, ഇവരെന്തിനിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? അവരോട് ചിരി നിർത്താൻ പറ. അതെനിക്ക് വായൊന്നും കടയുന്നില്ല, ഇതെനക്കൊരു സന്തോഷ. വല്ലാത്തൊരു സന്തോഷമായി പോയി. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പേരെന്താ? അത് പീക്കിരി. കിട്ടണം നിനക്ക്. ഇത് മാക്രി. നിനക്കും കിട്ടണം. എന്ത് പീക്കിരിന്നു മാക്രിന്നുവാ? ഇവരുടെ മുഖം കണ്ടറിഞ്ഞിട്ടതാണോ ഈ പേര്? അതന്നെ, അതുപോലെ തന്നെ ഉണ്ടല്ലേ. നിന്റെ പേര് കക്കൂസ് എന്നല്ലേ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ മുഖം കണ്ടറിഞ്ഞിട്ടത് നിന്റെ പേരാണ്. അത് നിങ്ങൾ പറഞ്ഞത് നേരാ. ഹോ, കുറെ തമാശക്കാർ വന്നിരിക്കുന്നു. എന്റെ പേര് കക്കൂസ് എന്നൊന്നുമല്ല, അപ്പൂസ് എന്നാ. പാത്താത്ത, എന്റെ പേര് കുഞ്ചൂസ് എന്നാ. എന്റെ പേര് പിങ്കിന്നു. ഓ അങ്ങനെ. ദേ നോക്കടാ, അവന്റെ മുഖം നോക്ക്. അപ്പൂസേ, നിനക്കെന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എനിക്ക് ദേഷ്യമൊന്നും പിടിക്കുന്നില്ല. പിന്നെ നീ എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചത്? അതെന്റെ കോലം അങ്ങനെ തന്നെയാ.
അതല്ലേ ഞാൻ പറഞ്ഞത്, അവൻ അറിഞ്ഞിട്ട പേരാണ് കക്കൂസി എന്ന്. കുറെ നല്ല ആൾക്കാർ വന്നിരിക്കുന്നു. ഞാൻ പോന്ന. പോകല്ലടാ. ഡാ അപ്പൂസേ പോകല്ല. നീ എനിക്ക് എല്ലാ സ്ഥലവും പരിചയപ്പെടുത്തി തന്നില്ല. ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. രണ്ടാളും പോയില്ലേ? അതിന് നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? നീയും ചിരിച്ചിട്ട് തന്നെയാണല്ലോ ഉള്ളത്. അത് ശരിയാ, നമ്മൾ രണ്ടുപേരും ചിരിച്ചു പിടിച്ചിട്ടുള്ളത്. പാട്ടാത്താനെ കണ്ടിട്ട് അവരെ പോലെ തന്നെ ആയി പോയതാന്ന് തോന്നുന്നു നമ്മൾ. അതെ അതെ, വായി കടയൊന്ന് ചിരിച്ചു പിടിച്ചിട്ട്. മമ്മി എന്തുവാടി? മമ്മി മമ്മി പായസം ഉണ്ടാക്കുകയാണോ? പായസമോ? അല്ല. പിന്നെ എന്തുവാ മമ്മി ഉണ്ടാക്കുന്നത്? ഞാൻ കഞ്ഞി വെക്കുകയാ. അയ്യേ, കഞ്ഞിയോ? എനിക്ക് പായസം കുടിക്കാൻ കൊതിയാവുന്നു മമ്മി. ആ, കൊതിയൊക്കെ നല്ലതാ. അത് മനസ്സിൽ തന്നെ വെച്ച് അവിടെ തന്നെ നിന്നോ, പുറത്തെടുക്കണ്ട. എന്താ മമ്മി, എനിക്ക് പായസം കുടിക്കാൻ കൊതിയാവുന്നു. എനിക്ക് പായസം വേണം. ദേ പെണ്ണെ, നിന്ന് കിണങ്ങാതെ പോയനെ. ഇവിടെ കഞ്ഞി തന്നെ മനുഷ്യൻ ഒരു വിധത്തിലാ ഉണ്ടാക്കുന്നത്. അപ്പോഴവളുടെ ഒരു കിന്നാരം, ഒരു പായസം കുടിക്കാനുള്ള പൂതി. നിന്നോടാ പോയിക്കൊള്ളാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ പോകില്ല. എനിക്ക് പായസം വേണം. അപ്പൂസോ കുഞ്ചൂസോ ആണെങ്കിൽ പറഞ്ഞത് മമ്മി ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എനിക്കല്ലേ ഉണ്ടാക്കി തരാത്തത്? ദേ പെണ്ണെ, നിന്ന് കിണങ്ങാതെ പോയനെ. വേണമെങ്കിൽ കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ചോ. കഞ്ഞി മമ്മി തന്നെ കുടിച്ചോ, എനിക്ക് വേണ്ട. എനിക്ക് പായസം മതി. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് പായസം ഇവിടെ ഇല്ല എന്ന്? ഇല്ലെങ്കിൽ ഉണ്ടാക്കിത്താ. ആ, കണക്കായി പോയി. ഉണ്ടാക്കാൻ എനിക്കിപ്പം വയ്യ. നിന്നോടല്ലേ പറഞ്ഞത് ഉണ്ടാക്കുന്നില്ല. എന്താ ഇവിടുന്ന് ഒരു ചീവീടിന്റെ ശബ്ദം കേൾക്കുന്നത്? ചീവീടിന്റെ ശബ്ദമോ? അത് ചീവീടിന്റെ ശബ്ദമൊന്നുമല്ല, ഇവളുടെ മോങ്ങലാ. ഇവളെന്തിനാ മോങ്ങുന്നത്? പാത്തുമ്മ, എനിക്ക് പായസം കുടിക്കാൻ കൊതിയാവുന്നു. ഈ മമ്മി അത് ഉണ്ടാക്കി തരുന്നില്ല. ഹോ, അതിനാണോ മോള് കരയുന്നത്? എന്താ കമലെ, മക്കളുടെ ഇഷ്ടം നിറവേറ്റി കൊടുക്കണ്ടേ? എന്നാൽ ഒരു കാര്യം ചെയ്, നീ വെച്ചു കൊടുക്ക് പായസം. ഞാനോ? അതിന് എനിക്ക് പായസം വെക്കാൻ അറിയില്ലല്ലോ. ഹോ, നിന്റെ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് പായസമല്ല അതിന്റെ അപ്പുറം ഉണ്ടാക്കാൻ അറിയുമെന്ന്. അങ്ങനെ വിചാരിച്ചോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്ക് അറിയും വിധത്തിൽ ഞാൻ വെച്ചു തരാം. ഓക്കേ പാത്തുമ്മ, എനിക്ക് പാൽപായസം മതി കേട്ടോ. അയ്യോ, നീ അങ്ങനെ നിന്റെ ഇഷ്ടമൊന്നും പറയല്ല. ഞാൻ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കി തരാം. ശരി പാത്തുമ്മ. എന്നാൽ ഓക്കെ, നീ പായസത്തിന്റെ പണി തുടങ്ങിക്കോ. അയ്യോ, എല്ലാവരും പോയോ? പായസം ഇപ്പോൾ എന്റെ തലയിലായോ? എന്റെ പഠിച്ചോനെ, എനിക്കറിയില്ലല്ലോ പായസം ഉണ്ടാക്കാൻ. ഇതിപ്പോ എവിടെ നോക്കിയിട്ടാ ഞാൻ പായസം ഉണ്ടാക്കുക? കോയക്കാനോട് ചോദിച്ചാലോ? അതിന് മനുഷ്യന് പായസം പോയിട്ട് പച്ച വെള്ളം തന്നെ കാച്ചുന്നത് അറിയില്ല, പിന്നെയല്ലേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആ, ഒരു ഐഡിയ. യൂട്യൂബ് നോക്കിയിട്ട് പായസം ഉണ്ടാക്കാം. അല്ല, ഇവളെന്തൊന്നായി ഉണ്ടാക്കി വെച്ചത്? കഞ്ഞിയോ? ഒരു ഐഡിയ. ഈ പാത്തുവിൻ്റെ കൂടെ കളി ഇപ്പൊ കാണിച്ചു തരാം ഞാൻ പായസം. മക്കളെ, എല്ലാവരും വേഗം വാ, പായസം റെഡി. എന്ത്? പായസം റെഡിയായെന്നോ? ഇത്ര വേഗം റെഡിയായോ? പിന്നല്ലാണ്ട്, എന്നോടാ കളി. ഹായ്, എന്താ ഇവിടെ ഒരു പായസത്തിന്റെ കിസ്സ പറയുന്നത്? ഇതപ്പാ പായസം വെച്ചത്? ഇതേ ഞാൻ പറഞ്ഞിട്ട് വെച്ച പായസമാ. നീ പറഞ്ഞിട്ട് വെച്ച പായസമോ? അതെ അതെ, ഇത് എനിക്ക് വേണ്ടി വെച്ച പായസമാ. നമ്മുടെ ബുൾസോ, ഞങ്ങൾക്കും കൂടെ വേണ്ടി വെച്ചതാ ഇത്. ആ, മതി മതി, തർക്കം വേണ്ട. മമ്മി എവിടെ? എല്ലാവരും കൂടെ പായസം കുടിച്ചോ? ഹോ, ഞാനിവിടെ ഉണ്ട്. ആ, എന്നാ തുടങ്ങിക്കോളി, പായസം കുടിച്ചോ. ഞം ഞം. അയ്യേ, ഇതെന്ത് പായസമാ? എന്ത് പായസമാണെന്നോ? പാൽപായസം. അതെന്താ, ടേസ്റ്റ് ഇല്ലേ? ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. അയ്യേ, ഇതെന്തെന്നാ ഇത്? ഇതിനെ ആരെങ്കിലും പായസം എന്ന് പറയുമോ? ഇതെന്തു അടി ഉണ്ടാക്കിയത്? അയ്യോ, എന്നാ ഞങ്ങൾക്ക് വേണ്ട. എന്തു അടി ഇത്? ഇതെന്ത് പായസമാ? ഇതാണ് മക്കളെ കഞ്ഞി പായസം. അയ്യേ, കഞ്ഞി പായസമോ? അതെന്ത് പായസമാ? അത് നീ ഉണ്ടാക്കി വെച്ച കഞ്ഞിയിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി. അങ്ങനെ അത് കഞ്ഞി പായസമായി മാറി. അയ്യോ, എന്ത് പണിയാടി നീ കാണിച്ചത്? അപ്പോൾ കഞ്ഞിയുമില്ല പായസവുമില്ല. നിങ്ങൾ എന്നോട് പായസം വെക്കാൻ പറഞ്ഞു, എനിക്കറിയുന്നത് പോലെ ഞാൻ പായസം വെച്ചു. ഇനി എന്തെങ്കിലും പൂതിയാവുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇനിയും ഉണ്ടാക്കി തരും. അയ്യോ, ഇനി ഒരു പൂതിയുമില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ, എന്നാ വേഗം കുടിച്ചിട്ട് ഗ്ലാസ് അകത്ത് കൊണ്ടാച്ചേക്കി മക്കളെ. ഓൾഡ് ഒരു ഒലക്കേമേലത്തെ പൂതി. സമാധാനമായില്ല ഇപ്പോൾ? പായസവുമില്ല കഞ്ഞിയുമില്ല. ഇന്ന് പട്ടിണിയാ. മൂന്നും കൂടെ ചന്തിയും തുടച്ച് എഴുന്നേറ്റ് പോട്. എന്തൊക്കെ ഡയലോഗായിരുന്നു? അവൾ പറഞ്ഞിട്ടുണ്ടാക്കിയ പായസമാ ഒലക്കയാ? അതെ അതെ, നീ പറഞ്ഞിട്ടുണ്ടാക്കിയ പായസം നീ തന്നെ കുടിച്ചോ. ഇതാ, ഇതും കൂടെ കുടിച്ചിട്ട് മെല്ലെ എഴുന്നേറ്റ് പോട് നീ. അയ്യോ, ഒരു പായസം കുടിക്കാൻ പൂതിയായതിന് ഇത്രയും ചീത്ത കേൾക്കണോ?
നീ എന്താടി ഇവിടെ? മമ്മി എവിടെ പോവുകയാ? ഞാനും വരുന്നു. എന്തിനി? ഞാൻ സുമയുടെ വീട് വരെ പോകുന്ന, നീ അങ്ങ് വീട്ടിലേക്ക് പോട്. ഇല്ല മമ്മി, ഞാനും വരുന്നു. ഞാനൊരു കുരുത്തക്കേടും കളിക്കില്ല. ആ എന്നാ വാ പോകാം. മമ്മി ഞങ്ങളും വരുന്നു. നിങ്ങളുമോ? എന്തിനി? ഞാൻ അവിടെ സൽക്കാരത്തിന് പോകുന്നതല്ല. മമ്മി ഞങ്ങൾ സൽക്കാരത്തിന് പോകുന്നതല്ല. അതെ അതെ, ഞങ്ങൾ മമ്മിയുടെ കൂടെ വരുന്നതാ. അയ്യോ, എവിടെ നോക്കിയാലും വാലായിട്ട് മൂന്നും കൂടെ ഉണ്ടാവും. എന്തൊരു കഷ്ടമായത്. ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് പോവാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞ് വന്നോളൂ. ദേ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ ചെന്നാൽ അവൾ ചായ കുടിച്ചിട്ട് പോകാം, കാപ്പി കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയും. അതൊന്നും കേട്ടിട്ട് നിങ്ങൾ ചായ വേണം കാപ്പി വേണം എന്നൊന്നും പറയരുത്. ഇനി അങ്ങനെ എങ്ങാൻ പറഞ്ഞാൽ മൂന്നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. മനസ്സിലായ അപ്പൂസേ? നിന്നോടാ പ്രത്യേകിച്ച് പറയുന്നത്. ആ ശരി മമ്മി. കാലില്ലാത്ത നിന്നെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല ഡപ്പൂസേ. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ അതിനവിടുന്ന് ഒന്നിനും പറയില്ല. മൂന്നാളും വേഗം ഇങ്ങോട്ട് വാ, സൂക്ഷിച്ച് നടക്ക്. ആഹാ, അല്ല ആരൊക്കെയായി വരുന്നത്? അതെന്താ ഈ സുമയാന്റിക്ക് കണ്ണ് കാണുന്നില്ലേ? ഇത് ഞങ്ങളൊക്കെ തന്നെയാ. ഞാൻ അപ്പൂസ്, ഇത് പിങ്കി ചേച്ചി, അത് മമ്മി, അത് കുഞ്ചൂസ്. അയ്യേ മമ്മി, ഇവനെന്താ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങളോടൊന്നും വരണ്ട എന്ന്. ഡാ ചെറുക്ക, ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്തൊക്കെയാ സുമേ വിശേഷം? ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാ. എന്ത് വിശേഷം? നല്ലതന്നെ. ഞാൻ കുറേ ദിവസമായില്ലേ വീട്ടിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ ബോറടിച്ചപ്പോഴൊന്ന് വെറുതെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയതാ നിന്നെയൊക്കെ കാണാൻ. നീ എന്ത് ചെയ്യുകയാ? മമ്മി കാണുന്നില്ലേ? ചേച്ചി അവിടെ നിൽക്കുകയാ. ഡീ പിങ്കി, നീ വേഗം ഇവനെയും കൂട്ടി വീട്ടിലേക്ക് പോട്. അമ്പട പുളിസോ, ഞാൻ പോകില്ല. അവൻ പോകട്ടെ. അതിന് ഞാൻ പോകുമെന്ന് നിന്നോട് പറഞ്ഞോ? ഞാൻ പോകില്ല. മോനെ കുഞ്ചൂസേ, എന്നാ നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോട്. അവളിവിടെ നിൽക്കട്ടെ. അയ്യടാ, അത് മമ്മിയുടെ പൂതി മാത്രമാ. ഞാൻ പോകില്ല. ഞാൻ മമ്മി പോകുമ്പേ പോകൂ. സാരമില്ല കമലേ, അവരവിടെ നിന്നോട്ടെ. ഞാനേ ഇതിറ്റിങ്ങൾ മൂന്നും കാണാണ്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ എങ്ങനെയോ മണത്തറിഞ്ഞ് മൂന്നും കൂടെ വയ്യ തന്നെ പോന്നതാണ്. അതിനെ മമ്മി ഞങ്ങളെ കണ്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ മമ്മിയെ കണ്ടിരുന്നു. കാണും കാണും, നിങ്ങളുടെ പണി തന്നെ അതാണല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കലേ. ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ കാണും, ആവശ്യമുള്ള ഒരു വസ്തുവും കാണുകയുമില്ല. വാ കമലേ, നമുക്ക് അകത്തോട്ടേക്ക് പോകാം. ഞാൻ മുറ്റത്തിറങ്ങി മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു. ഓ, ഞങ്ങൾ വന്നതുകൊണ്ട് നിന്റെ പണി മുടങ്ങിയോ? ഹേയ്, അതൊന്നുമില്ല. വാ നമുക്ക് അകത്തോട്ടേക്ക് പോകാം. ഡീ സുമ്മേ, നീ എന്താക്കുകയാ? ദാ വരുന്നു കമലേ, ഞാൻ കുറച്ച് സ്നാക്സ് എടുക്കട്ടെ. അയ്യോ സുമേ, നീ ഇങ്ങോട്ട് വാ, ഇതൊക്കെ മതി. മമ്മി അത് നോക്ക്, 2 സ്നാക്സും അവരുടെ അടുത്താ ഉള്ളത്. ദേ പിള്ളേരെ, നിങ്ങൾ എന്നെ നാണം കെടുത്താൻ നിന്നതാണോ? സുമ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. നിങ്ങളാറ്റം ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഞാൻ. മമ്മി ഇത് പിന്നെ തിന്നാൻ കൊണ്ടാച്ചതല്ലേ? ആ, അത് തിന്നാൻ കൊണ്ടാച്ചതായിരിക്കും, പക്ഷെ നിങ്ങൾ തിന്നേണ്ട ആവശ്യമില്ല. മമ്മി ഒന്ന് എനിക്ക് തരാൻ പറ. ആ ഡാഡി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? അതിൽ നിന്ന് ഒറ്റയും തരുന്നില്ല. തിന്നലൊക്കെ വീട്ടിലെത്തിയിട്ട് മതി, ഇവിടെ നിന്നൊന്നും തിന്നണ്ട. അതിന് വീട്ടിൽ ഇതില്ലല്ലോ മമ്മി. മമ്മി ഇതിൽ നിന്നൊന്ന് ഞാൻ എടുത്ത് കഴിച്ചോട്ടെ? വേണ്ട വേണ്ട, ഒറ്റയും കഴിക്കണ്ട. പ്ലീസ് മമ്മി, ഒന്ന് മാത്രം. ഷോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ മൂന്നിന്റെ ഓടി വരണ്ട എന്ന്. ഇതിപ്പോ എന്നെ നാണം കെടുത്തുമല്ലോ. ഞാൻ പറഞ്ഞതുപോലെ എങ്ങാൻ അനുസരിച്ചില്ലെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ മൂന്നിനും. എന്തുവാ കമലെ കുട്ടികൾ പറയുന്നത്? ഹേയ്, അതൊന്നുമില്ല. അവര് പറയുക അവരുടെ വയറ് ഫുള്ളാ, ഇതൊന്നും വേണ്ട എന്ന്. ആ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ കഴിക്കണം. ഇതാ പിസ. അതെന്താ, പിസയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അത് പിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെന്താ, ഇഷ്ടമാണെങ്കിൽ കഴിച്ചോളൂ. അവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഞങ്ങൾ എന്നും വീട്ടിൽ ഇതൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്പൊ അവരുടെ വയറ് ഫുള്ളാണ്. മമ്മി എന്തായി പറയുന്നത്? എപ്പം വാങ്ങുന്ന കാര്യമാ? എത്ര കാലമായി ഇതൊക്കെ വാങ്ങിയിട്ട്? മിണ്ടാതിരിയടാ. എന്താ കമലെ പിറവിറുക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. ഇവര് പറയുക നമുക്ക് പോകാമെന്ന്. ഹായ്, നല്ല പിസയുടെ സ്മെല്ല്. ഒരു പീസ് എടുത്ത് കഴിക്കാം. കിട്ടിയാൽ ഒരു തലല്ലേ കിട്ടുകയുള്ളൂ. അതങ്ങ് സഹിച്ചേക്കാം. കണ്ടിട്ട് കൊതിയാവുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് കമലെ വിശേഷം? ഞാൻ ഹോ, നല്ല വിശേഷം തന്നെ. അപ്പൂസേ നോക്ക്, പിങ്കിയതാ ഒരു പീസ് പിസ എടുത്ത് കഴിച്ചിട്ട്. അപ്പൊ നമുക്കും ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിക്കാം അല്ലേ? നമ്മുടെ കേമി അവളെ മമ്മിയും ആന്റിയും കൂടെ വർത്താനം പറഞ്ഞ സമയത്ത് ഒരു പീസ് എടുത്ത് കഴിച്ചത്. നമുക്കും കഴിക്കാം. പിള്ളേരൊക്കെ എവിടെ സുമേ? അവരൊക്കെ എന്റെ വീട്ടിലാ ഉള്ളത്. വൈകുന്നേരം സുമേഷ് ഏട്ടൻ പോയി കൂട്ടിക്കൊണ്ടുവരണം ഇനി. മമ്മിയും ആന്റിയും നല്ല വർത്താനത്തിലാ ഉള്ളത്. ഒരു പീസും കൂടെ എടുത്ത് കഴിക്കാം.
ഞം ഞം ഞം. വേണ്ടത് അവൾ പിന്നെയും പിന്നെയും എടുത്ത് കഴിക്കുന്നു. നമുക്കും അങ്ങനെ കഴിക്കാം. ഞം ഞം ഞം. ഞം ഞം ഞം. എന്താ മക്കളെ, നിങ്ങൾക്കാർക്കും ബിസ്ക്കറ്റ് വേണ്ടേ? അതാരും തൊട്ടില്ലല്ലോ. അയ്യോടി, ഇത് മുഴുവൻ കഴിച്ചോ നീ? ഇല്ല മമ്മി, ഒരു പീസ് ബാക്കി വെച്ചിട്ടുണ്ട് മമ്മിക്ക്. മമ്മി എന്നെ നോക്കി പേടിപ്പിക്കണ്ട. അതാ നോക്ക് അവന്മാരുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ മുഴുവൻ കഴിച്ചിട്ടില്ല, മമ്മിക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങ് വീട്ടിലെത്തട്ടെ, നിങ്ങൾക്ക് ഞാനും ബാക്കി വെച്ചിട്ടുണ്ട്. എന്തുവാ മമ്മി മക്കളും പിറവിറുക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അപ്പുസേ, എന്തായാലും തല്ലുകൊള്ളും. നീ ഒരു കാര്യം ചെയ്യ്, പിങ്കിയുടെ കയ്യിൽ നിന്ന് ആ പിസയുടെ പീസ് ഇങ്ങോട്ട് എടുത്തതാ. എന്താടാ കുഞ്ചുസേ നീ പറയുന്നത്? അതെ ആന്റി, ആ പിസയുടെ പീസ് എനിക്ക് തരുമോ? ഹോ പിന്നെന്താ, നീ കഴിച്ചോ? ഹോ സുമേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ വീട്ടിൽ വാങ്ങിയതാ. എന്നിട്ട് ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിനെന്താ, അവർ കഴിച്ചോട്ടെ. ഞം ഞം ഞം. എന്നാ പിന്നെ ശരി സുമേ, ഞങ്ങൾ പോകട്ടെ. അയ്യോ, ഇതെന്താ നിങ്ങൾ പോവുകയാണോ? ആ സുമേ, ഞങ്ങൾ പിന്നെ വരാം. എനിക്ക് വീട്ടിലെത്തിയിട്ട് കുറച്ച് പണിയുണ്ട്. ഡാ കുഞ്ചൂസേ, മമ്മിയുടെ പണി എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അത് നമുക്കൊട്ടുള്ള പണിയാ. മനസ്സിലായി മനസ്സിലായി, നമുക്ക് വേഗം മൂടിക്കളയാം. മമ്മി, മമ്മി മെല്ലെ വന്നോ, ഞങ്ങൾ പോവുകയാ. നിൽക്ക്, ഞാനും വരുന്നു. എന്നാ ശരി സുമേ, കാണാം. അവളുടെ ഒരു പത്രാസ്, ദിവസവും ഇതൊക്കെ വീട്ടിൽ വാങ്ങലുണ്ട് പോലും. മുമ്പിൽ കൊണ്ടുവച്ചതൊരു കഷ്ണം പോലും മാറ്റി പിള്ളേർ ബാക്കി വെച്ചില്ല. എന്നിട്ട് പത്രാസിനൊരു കുറവുമില്ല. അപ്പം ചൂട് ചൂട് പാത്തുമ്മ, ഇപ്പം വരും മാപ്പിള, ചുട്ട അപ്പം കരിഞ്ഞും പോയി, വന്ന് മാപ്പിള മടങ്ങിയും പോയി. ഹായ്, ഊഞ്ഞാല്. ഇവിടെ ഊഞ്ഞാലുണ്ടായിരുന്നോ? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ആരെയും കാണുന്നില്ല, ഒന്ന് കയറി ആടാം. ഹായ്, ഞാൻ ഊഞ്ഞാൽ മക്കയറിയേ. അയ്യോ, ഊഞ്ഞാൽ മക്കയറിയിട്ടെന്താ? ഇനി ആരെന്നെ ആട്ടിത്തരും? ശേ, ആരെങ്കിൽ വേണമായിരുന്നു. പാത്തുമ്മ, നിങ്ങൾ ഊഞ്ഞാലാടുന്ന? ആ, ഇജ്ജ് വന്നോ? ഞാൻ ഒരാളെ നോക്കി നിൽക്കുകയായിരുന്നു എന്നെ ആട്ടാൻ. നീ ഒന്ന് എന്നെ ആട്ടിയനെ. ഓക്കേ, റെഡി. ആ, പിടിച്ചിരുന്നോ, ഞാൻ ഇപ്പോൾ ആട്ടും. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ അയ്യോ, അതെന്താ സംഭവിച്ചത്? കുന്തം. ഡാ ചെറുക്ക, നിന്നോട് ഊഞ്ഞാലല്ലേ ആട്ടാൻ പറഞ്ഞത്, അല്ലാണ്ട് എന്നെ തള്ളിയിടാനല്ലോ. അത് പിന്നെ ഞാൻ ഊഞ്ഞാല് തന്നെ ആട്ടിയത്. ഒലക്ക, ഊഞ്ഞാലാട്ടിയിട്ടാണോ ഞാൻ വീണത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ കാര്യം ഇരിക്കും, ഞാനൊന്ന് നിന്നെ ആട്ടി നോക്കട്ടെ. അയ്യോ വേണ്ടേ. ആഹാ, അപ്പൊ നിനക്ക് എന്നെ തള്ളിയിടാമല്ലേ? എനിക്കും നിന്നെ തള്ളിയിടണം. നിന്നോടാ കയറാൻ പറഞ്ഞത്. പാത്തുമ്മ, എന്താ ഇവിടെ ഒരു ചർച്ച? ദേ, ഈ കുരുത്തം കെട്ട ചെറുക്കൻ എന്നെ ഇതുമെന്ന് തള്ളിയിട്ടു. അയ്യോ അല്ല, ഞാൻ തള്ളിയിട്ടതല്ല. ഞാൻ പാത്തുമ്മനെ ഊഞ്ഞാലുമെന്ന് ആട്ടിയതാ. പക്ഷെ ഊഞ്ഞാൽ ആടിയില്ല, പകരം പാത്തുമ്മ ആടി വീണത്. എങ്ങനെ? ഇനിയിപ്പം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ വീണ്ടും വീണ് കാണിച്ചു തരണോ? അയ്യോ വേണ്ടായേ. അല്ല പിന്നെ. പാത്തുമ്മ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നിങ്ങൾ ഒന്നും കൂടെ കയറിയിരിക്കും, ഞാൻ ഒന്നും കൂടെ ആട്ടിത്തരാം. ആട്ടിയിട്ട് നീ എന്നെ വീണ്ടും തള്ളിയിടുമോ? ഇല്ല, ഞാൻ സൂക്ഷിച്ചാട്ടാം. ആ, എന്നാൽ ഓക്കെ. ഇജിക്കൊരു കാര്യം അറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഊഞ്ഞാലും വന്നാടാൻ. എന്നാലേ നിങ്ങൾ പിടിച്ചിരുന്നോളി, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം പിന്നെ ഒരിക്കലും ഇഷ്ടമില്ലാതെ ആയിപ്പോ. ഇജെന്താടാ അങ്ങനെ പറയുന്നത്? തെറിച്ച് വീണാലേ പിന്നെ ഒരിക്കലും മാറത്തില്ല, അതാ പറഞ്ഞത്. ഒന്ന് പോടെ ഇവനെ ആടുന്ന്. ഞാൻ പിടിച്ചിരുന്നിട്ടുണ്ട്. ആ, പിടിച്ചിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ആ, ആട്ടിക്കോളി. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, എന്താട്ടലാടാ ഇത്? ഭാഗ്യത്തിന് വീണില്ല. അയ്യോ പാത്തുമ്മ, വീണില്ലെന്നേ ഉള്ളൂ. ഊഞ്ഞാലിതാ വരുന്നുണ്ട്, വേഗം മാറിക്കോ. അയ്യോ അയ്യോ, എന്താ സംഭവിച്ചത്? അയ്യോ പാത്തുമ്മ, അത് ഊഞ്ഞാല് കയ്യിന്ന് പോയതാ. നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വന്നെ പിടിക്കടാ ചെറുക്ക. ആ, വാ എണീക്ക് പാത്തുമ്മ. ഇന്ന് ഇവനെ ഞാൻ ശരിയാക്കും. അയ്യോ എന്നെയോ? അതെടാ, നിന്നെ തന്നെ. അമ്പടെ ഉത്സവം, അതിനെ എന്നെ കിട്ടത്തില്ല. നിക്കട കുരുത്തം കെട്ടവനെ അവിടെ. പാത്തുമ്മ, ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ എത്തേണ്ട ഇടത്തിലെത്തിയിട്ടുണ്ടാവും. അവനെന്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. പാത്തുമ്മ, ഞങ്ങൾ ആട്ടി തരണോ പാത്തുമ്മനെ ഊഞ്ഞാല്? അയ്യോ വേണ്ടായേ, ആരും മാറ്റി തരണ്ട. വേണമെങ്കിൽ ആട്ടിത്തരാം. എന്താടാ ചെറുക്ക, നിനക്ക് ചെവി കേൾക്കില്ലേ? വേണ്ടാന്നല്ലേ പറഞ്ഞത്? വേണ്ടെങ്കിൽ വേണ്ട, വാടാ മാക്രി. ഹോ, കാണാൻ എന്ത് ഭംഗിയുള്ള ഊഞ്ഞാല, പക്ഷെ ഒരു ഉപകാരവുമില്ല. മനുഷ്യന്റെ നടുവ് മുടിഞ്ഞു, നാശം പിടിച്ച ഊഞ്ഞാലി. അല്ല വാത്തോ, നീ എന്താ ഒറ്റക്ക് നിന്ന് പിറവിറുക്കുന്നത്? ഹൈജോ, ഇത് കേക്കന്റെ കമലേ. ഊഞ്ഞാല് മക്കാരാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇതുമ്മ കയറി നിന്നതാ. പക്ഷെ ഞാൻ താഴെ വീഴുക അല്ലാണ്ട് ഊഞ്ഞാൽ ആടുന്നില്ല. അതിന് ഊഞ്ഞാൽ ആടണമെങ്കിൽ ആരെങ്കിലും ഊഞ്ഞാൽ ആട്ടണ്ടേ? ഊഞ്ഞാൽ ആട്ടീന്ന് നിന്റെ ചെറുക്കനില്ലേ ചെറുത്, അവൻ എന്നെ ഇരുന്നിട്ട് ആട്ടി. ആര്, അപ്പൂസോ? ആ, അവൻ തന്നെ. ആ നാരോന്ത് പോലത്തെ ചെറുക്കനെ കൊണ്ട് ഊഞ്ഞാലാട്ടിയാലുണ്ടോ ഊഞ്ഞാലാടുന്ന്? അവനിക്ക് നിന്നെ പൊന്തണ്ടേ?
അതെന്താടി ഞാൻ അത്രയും തടിയുണ്ടോ? നീ അത്രയും തടിയില്ലെങ്കിലും മൂഞ്ഞാലിന് നല്ല കനമുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്, നീ എന്നെ ഒന്ന് ആട്ട്, എനിക്ക് ആടാൻ കൊതിയാവുന്നു. അതിനെന്താ, നീ കയറിയിരിക്കെ, ഞാൻ ആട്ടിത്തരാം. ഞാൻ എപ്പാ കയറിയിരുന്നു എന്ന് ചോദിച്ചാ പോരെ? ആഹാ, നീയാള് കൊള്ളാലോ. ഇജ്ജ് വന്ന ആട്ടന്റെ കമലേ, ഞാനൊന്ന് ആസ്വദിച്ചാടട്ടെ. ഓക്കെ, പിടിച്ചിരുന്നോ, ഞാനിത് ആട്ടുന്നുണ്ട്. ഓക്കെ, റെഡി. ആഹാ, എന്താ സുഖം. ലാല ലാല ലാ. അയ്യോ, ഞാൻ വീണേ. അയ്യോ കമലെ, നിനക്കെന്താ പറ്റിയത്? അവളുടെ ഒരു ഊഞ്ഞാലാട്ടം. നിന്റെ ഒരു ഊഞ്ഞാലാട്ടം കൊണ്ട് ഊഞ്ഞാല് വന്ന് എന്റെ ദേഹത്താ കൊണ്ടത്. അതാ ഞാൻ താഴേക്ക് വീണത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കാല് റെഡിയായിട്ടേ ഉള്ളൂ. ആദ്യത്തെ വീഴ്ചയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സാരമില്ല കമലെ, വീണതാരും കണ്ടില്ല. ആരെങ്കിലും കണ്ടിരുന്നെങ്കിലല്ലേ കുറവാകേണ്ടതുള്ളൂ. ഇതിപ്പോ ആരും കാട്ടില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. നീ അതിന്റെ മുകളിൽ പ്രസംഗിക്കാണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങ്. ദേ കമലെ, നീ വീണത് അവര് കണ്ടെന്ന്. ഞാനും കേട്ടു അവര് പറഞ്ഞത്. നിനക്കിപ്പോ സമാധാനമായില്ലേ? നീ നടുമ്പോ തന്നെ നിൽക്കുകയാണോ? നീ എന്താ അതുമ്പോ ഇറങ്ങുന്നില്ലേ? അത് കമലെ, ഊഞ്ഞാൽ ആടിയിട്ടില്ലെങ്കിലും ഇതുമ്മൽ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഞാൻ കുറച്ചു നേരം ഇതുമ്മൽ ഇരുന്ന് കാറ്റുകൊള്ളട്ടെ. ഞങ്ങൾ ഒന്നുകൂടെ ആട്ടിത്തരണോ? വേണ്ടടാ ചെറുക്ക, എനിക്ക് ഇതുമ്മൽ ഇരുന്ന് കാറ്റ് കൊണ്ടാ മതി. ആഹാ, എന്താ സുഖം. വേണമെങ്കിൽ നീയും കൂടെ കയറിയിരുന്ന കമലെ, നമുക്ക് ഒരുമിച്ച് കാറ്റ് കൊള്ളാം. അത് നല്ല രസമുണ്ടാവുമല്ലേ? അയ്യോ മമ്മി വേണ്ട, അതൊരു രസവും ഉണ്ടാവില്ല. നീ പൊടി പെണ്ണെ, എനിക്കും കാറ്റ് കൊള്ളണം. അയ്യോ മമ്മി കയറണ്ട. അവരവിടുന്ന് പറഞ്ഞോട്ടെ കമലെ, നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. നീ എന്നാ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കെ. അയ്യോ മമ്മി വേണ്ട, ആ ഊഞ്ഞാലൊരു കളിയുള്ളതാ. ഒന്ന് പോടെ ഇവനെ അടന്ന്, ഇതിനൊരു കളിയുമില്ല. നല്ല സുഖമുണ്ടിരിക്കാൻ. എങ്ങനെയുണ്ട് കമലെ? ഹായ്, നല്ല സുഖമുണ്ട്. അയ്യോ, എന്താ കമലെ ഒരു ശബ്ദം കേൾക്കുന്നത്? അയ്യോ, എനിക്കറിയില്ല. അയ്യോ മമ്മി, അതാ ഊഞ്ഞാല് പൊട്ടുന്നു. അയ്യോ, ഊഞ്ഞാല് പൊട്ടിയോ? അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. നിന്റെ മാത്രമല്ല, എന്റെ നടു ഒടിഞ്ഞിട്ടാ ഉള്ളത്. രണ്ടാൾക്കും കൂടെ ഇപ്പൊ ഊഞ്ഞാൽ തള്ളിയിട്ടപ്പോ സമാധാനമായില്ലേ? അതെ, മര്യാദക്ക് ഞങ്ങൾ ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാല, അത് പൊട്ടിച്ചപ്പോ സമാധാനമായി. ഇജെന്താടാ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ വീണതിലല്ലേ സങ്കടം, ഊഞ്ഞാല് പൊട്ടിയതിനാണോ? അല്ല പിന്നെ, നിങ്ങളോട് 100 പ്രാവശ്യം പറയില്ല അതുമ്പോ കരണ്ട കരണ്ട എന്ന്, അത് പൊട്ടുമെന്ന്. നിങ്ങൾ വീണതിലൊരു സങ്കടവുമില്ല, അത് പൊട്ടിയതിൽ തന്നെയാ സങ്കടം. നിങ്ങളോട് കരണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കരയതല്ലേ? അതുകൊണ്ട് വേഗം ശരിയാക്കി തന്നോ. ആരെ പോലത്തെ മമ്മി കാര്യ കണ്ടപ്പോഴേ തോന്നിയത് അത് പൊട്ടുമെന്ന്. അതിജ് പറഞ്ഞ നേരാ. ഞാൻ പിന്നെ സ്ലിം ബ്യൂട്ടി അല്ലേ, സ്ലിം ബ്യൂട്ടി. മക്കളെ, മമ്മിക്ക് ഒരു അബദ്ധം പറ്റിയതാ. മമ്മി ഇത് ശരിയാക്കി തരാം. ശരിയാക്കി തന്നാ മമ്മിക്ക് നല്ലത്. അല്ലെങ്കിൽ പപ്പ വന്നാൽ ഞങ്ങൾ പറഞ്ഞെടുക്കും, വയ്യാത്ത കാലം കൊണ്ട് മമ്മി ഊഞ്ഞാലുമ കയറിയിട്ട് ചതുക്കോ പതുക്കോ എന്ന് വീണ്ടും വീണ കാര്യം. അയ്യോ ചതിക്കല്ലേ മക്കളെ, പപ്പയോട് പറയല്ലേ. ഞാനിത് ശരിയാക്കി തരും. എന്നാൽ ഓക്കെ. അല്ലോ, എത്രയാ ഞാൻ തിരുമ്പിയത്. അല്ലെങ്കിലേ ഇന്നലെ ഊഞ്ഞാലും വന്ന് വീണിട്ട് നടു ഒടിഞ്ഞിട്ടുള്ളത്. പോരാത്തതിനെ തിരുമ്പി തിരുമ്പി മനുഷ്യന്റെ ബാക്കിയുള്ള ഊരയും കൂടെ ഒടിഞ്ഞു. ഈ പിള്ളേർ ഒരു ദിവസം ഇതെത്ര ഡ്രസ്സാ കഴിച്ചിടുന്നത്. ഇനിയിപ്പൊ എന്റെ ഊര നോക്കാൻ ഒരാളെ നിപ്പിക്കേണ്ടി വരും. ഇജ്ജ് വന്നോ? ഞാൻ ഒരാളെ നോക്കി നിൽക്കുകയായിരുന്നു, ഈ തുണിയൊന്ന് വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ പെണ്ണെ നീ എടുക്കാത്തത്? കുറവോ? എന്തിനി കുറവാകാൻ? നിന്നോട് ഞാൻ പെണ്ണ് കാണാൻ നിൽക്കാനല്ല പറഞ്ഞത്, ഈ തുണിയും ബക്കറ്റും കൂടെ വീട്ടിലെടുക്കാൻ സഹായിക്കാനാ. പെൺകുട്ടികളായാലേ പണിയെടുത്ത് പഠിക്കണം, അല്ലാതെ മടിയും കൊണ്ട് നടന്നാ പോരാ. ആന്തടി നിനക്ക് എടുത്താല്, നിന്നോടല്ലേ ചോദിക്കുന്നത്? അതെ, വീട്ടിലേക്ക് പോകുന്ന പാലത്തമ്മ കുറെ ചെക്കന്മാർ ഇരിക്കുന്നുണ്ട്, അവര് കണ്ടാൽ എനിക്ക് കുറവാ. ഹമ്പടി, അപ്പൊ അവര് കാണുന്നതിനല്ലേ കുറവ്? അതെ അതെ, അവര് കണ്ടാലേ അവർ സ്കൂളിൽ ചെന്ന് എല്ലാരോടും പറഞ്ഞു കൊടുക്കും, പിങ്കി ബക്കറ്റും തുണിയും കൊണ്ട് നടക്കുന്നു എന്ന്. അതിനെന്താടി, നീ ബക്കറ്റും തുണിയും കൊണ്ടല്ലേ നടക്കുന്നത്, അല്ലാണ്ട് ചാണനും കൊട്ടയും കൊണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എടുക്കില്ല. ഇനിയിപ്പോ ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ തുണി മുഴുവൻ ഞാനങ്ങ് എടുക്കാം, നീ ആ ബക്കറ്റ് എടുത്തോ. അയ്യോ അയ്യോ, അത് പറ്റില്ല, ബക്കറ്റ് ഞാൻ തീരെ എടുക്കില്ല. എന്നിട്ട് വേണം അവന്മാർക്ക് ഞാൻ കൊട്ടയിൽ മീനിട്ട് വിൽക്കുന്നു എന്ന് പറഞ്ഞു നടക്കാൻ. ഇത് വലിയ ശല്യമായല്ലോ. ഒരു ശല്യവുമായിട്ടില്ല, നിങ്ങൾ തന്നെ ബക്കറ്റും തുണിയും എല്ലാം എടുത്തങ്ങ് പോരി. എവിടെയുള്ള നിന്റെ സ്കൂളത്തെ ചെക്കന്മാർ? എനിക്കൊന്ന് കാണണം അവരെ.
അവരോട് വന്നിട്ട് ഈ തുണി ചുമക്കാൻ പറയാൻ. അയ്യേ വേണ്ട. ഞാൻ പറയും. എവിടെ അവര്? അവരോട് ഞാൻ പറയും. നിങ്ങൾ കാണുന്നതിന് കുറവായിട്ട് ഈ പിങ്കി തുണിയൊന്നും ചുമക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഈ തുണിയൊന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചതാ എന്ന്. അയ്യോ വേണ്ട, അങ്ങനെ പറയണ്ട. ഞാൻ തന്നെ ചുമന്നോളാം തുണി. ഹാ, അങ്ങനെ ഇജ്ജന്റെ വൈക്ക് വാടി പെണ്ണേ. ഡീ പീക്കിരി. നിങ്ങളോ? അതെ ഞങ്ങളാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾക്ക് മനസ്സിലായി നീ എന്താ ഇവിടെ എന്ന്. അപ്പൊ ഇവന്മാർക്കും തിരിഞ്ഞോ ഞാൻ ഈ തുണി എടുക്കുന്ന കാര്യം? ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഞങ്ങളെ കൂട്ടാണ്ട് പുഴയിൽ നിന്ന് കുളിക്കാൻ വന്നതല്ലേ? അപ്പൊ അതാണ് ഇവർ ഉദ്ദേശിച്ചത്. എന്താ നിങ്ങൾക്കും കുളിക്കണോ? ആ അതെന്ത് ചോദ്യാ? ഞങ്ങൾക്കും കുളിക്കണം. പാത്തുമ്മ, ഇവന്മാർക്ക് പുഴയിൽ നിന്ന് കുളിക്കണം പോലും. വേണ്ട വേണ്ട, പുഴയിൽ നിന്ന് കുളിച്ചാലേ പനി പിടിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പുഴയിൽ കീഞ്ഞാലേ കമൽ എന്നെ ചീത്ത പറയും. പ്ലീസ് പാത്തുമ്മ, ഞങ്ങളെ ഒന്ന് പുഴയിൽ ഇറക്ക്. നോ നോ നോ, പറ്റില്ല. പുഴയിൽ ഇറങ്ങിയാലേ എനിക്കാ ചീത്ത കൊള്ളുക. പ്ലീസ് പ്ലീസ് പാത്തുമ്മ, ഞങ്ങൾ വേഗം കയറും. നിങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്നാൽ മതി. നിങ്ങൾ പുഴയിലേക്ക് ഇറക്കിയാൽ ഈ പകുതി തുണി നിങ്ങൾ എടുക്കുമോ? പുഴയിൽ ഇറക്കിയാൽ പകുതിയല്ല മുഴുവൻ വേണമെങ്കിൽ ഞങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. അത് കൊള്ളാലോ. എന്നാൽ ഒരു കാര്യം ചെയ്, കുറച്ച് സമയം കുളിച്ചിട്ട് വേഗം കയറ്. വാട മാത്രമേ നമുക്ക് തുള്ളാം. വേണ്ട വേണ്ട, തുള്ളലും ചാടലൊന്നും വേണ്ട, സാധാരണ കുളി മതി. പുഴയിൽ നിന്ന് കുളിക്കുമ്പോൾ പുഴയിലേക്ക് ചാടലില്ലാണ്ട് പിന്നെ എന്ത് കുളിയാ? നിങ്ങൾ ഇവിടുന്ന് നോക്കിക്കോ, ഞങ്ങൾ വേഗം കയറും. ഡാപ്പുസേ നോക്കിക്കോളെ, ഞാൻ ഫസ്റ്റ് തുള്ളാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ്, നല്ല സുഖം. അടുത്തത് ഞാന്. എന്നാ പിടിച്ചോ. മതി മതി, വേഗം ഇങ്ങോട്ട് കയറി വാ. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഒന്നുകൂടെ തുള്ളട്ടെ. നീ പീക്കിരി, നീ തുള്ളുന്നോ? അയ്യോ ഞാനില്ല, എനിക്ക് പേടിയാ. അയ്യേ പേടി തൊണ്ടെത്തി. പാത്തുമ്മ, ഇങ്ങക്കും പേടിയായിരിക്കുമല്ലേ? ഒന്ന് പോടി ഇവനെ, എനിക്ക് പേടിയോ? ഞാനും കോയക്കയും കൂടി ഇതെത്ര കുളി കുളിച്ചതാ. എനിക്കൊരു പേടിയുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നീന്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. അയ്യോ, നീന്തുന്നത് എനിക്കറിയില്ല. പുഴയിൽ നിന്ന് നീന്തുന്നത് അറിയാണ്ട് പിന്നെന്താ കുളിയാ പാത്തുമ്മ? അതൊരൊന്നൊന്നര കുളിയാണ് എന്റെ മോളെ. പാട്ട വെച്ച് കോരിയാ ഞാൻ കുളിക്കാറ്. അയ്യേ, പുഴയിൽ നിന്ന് ആരെങ്കിലും പാട്ട വെച്ച് കോരി കുളിക്കുമോ? അങ്ങനത്തെ ഒരു കുളിയൊക്കെ ഉണ്ട്. എന്നാലേ അത് കേട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല. ഞങ്ങൾ ഒന്നും കൂടെ തുള്ളട്ടെ. വാടാ അപ്പൂസേ. അവര് കുളിക്കുന്നത് കാണാൻ എന്ത് രസമാ. നീ ഇവിടെ നിന്ന് വെള്ളം ഇറക്കാണ്ട് നീയും ഇറങ്ങിക്കോ പെണ്ണേ. അയ്യോ എനിക്ക് പേടിയാ. പേടിക്കണ്ടടി, നീ ഇറങ്ങിക്കോ, ഞാൻ നോക്കും. ആഹാ, നിങ്ങൾ നോക്കിയിട്ടെന്താ? ഒലിച്ചു പോയാൽ എന്നെ ആര് പിടിക്കും? അത് ഞാൻ പിടിക്കും. പിടിക്കും. നീന്താൻ പറഞ്ഞൂടാത്ത നിങ്ങൾ എന്നെ പിടിച്ചതല്ലേ? നീന്താൻ പറഞ്ഞൂടന്നേ ഉള്ളൂ, പിടിക്കലിനൊക്കെ ഞാൻ സൂപ്പറാ. വേണ്ട ഒരു പരീക്ഷണത്തിന് ഞാനില്ല. കുഞ്ചുസേ മതി, വാ കയറ്. മമ്മി അന്വേഷിക്കുന്നുണ്ടാകും. വേഗം വീട്ടിലേക്ക് പോകാം. ചേച്ചി ഇപ്പം വരാം. മതി വാ, വേഗം വാ. ആകെയുള്ളൊരു സമാധാനം തുണി അവരെടുക്കുമെന്നുള്ളതാണ്. അതെ മതിയടാ കുളിച്ചതൊന്ന് വേഗം കയറ്. മതിയായില്ലായിരുന്നു, നല്ല രസമുണ്ട്. മതി, അത്ര രസമൊക്കെ മതി. അതെ ഇനി കുളിയൊക്കെ മമ്മിയോട് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ആവാം. രണ്ടാളും കൂടെ വന്ന് ഈ തുണിയൊക്കെ എടുത്തോ. മുഴുവനായിട്ടും എടുക്കണ്ട, ഞങ്ങളും സഹായിക്കാം കുറച്ചെടുത്ത്. ഞങ്ങൾ പറ്റിച്ചതാണ്. തുണി മുഴുവൻ നിങ്ങൾ തന്നെ എടുത്തോ. അതെ ഞങ്ങൾ എടുക്കില്ല. പറ്റിച്ചതോ? നിങ്ങളോടാ പറഞ്ഞത് എടുക്കാൻ.